സ്നേഹമാണ് മനുഷ്യന്. അണ്ണൻ പറഞ്ഞു ചേരില്ല. എന്തോന്നത്? ഇത് ഇന്നലെ ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞേ? ഇന്നലെ എന്താന്ന് പറഞ്ഞു? ഇന്നലെ എന്താ പറഞ്ഞാ ചോദിച്ചേ? ഇന്നലെ സന്തോഷം വന്നാ കൂട്ടുകാരെ കണ്ടാ കുടിക്കരുതെന്ന്. എന്നിട്ട് ഇന്ന് ഫുള്ള് സങ്കടമായിരുന്നു. സങ്കടം വന്നാ കുടിക്കരുതെന്ന് നീ പറഞ്ഞിട്ടില്ലല്ലോ. അതിന് ഞാൻ പ്രത്യേകം പറയണോ? നീ ഓരോന്ന് പറയുമ്പോ ക്ലിയർ ആയിട്ട് പറയണം. നീ ഓരോന്ന് പറയുമ്പോ ക്ലിയർ ആയിട്ട് പറയണം. അങ്ങനെ പറയാത്തതിന്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ല. ഇത് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. എന്റെ അമ്മോ, ഞാൻ കുടിയൊക്കെ നിർത്തി പുണ്യാളനായെന്ന് പറഞ്ഞിട്ട് എന്തൊരു ഷോ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച ഇവിടെ കിടന്ന്. എടി എനിക്ക് വേണമെന്ന് വെച്ചിട്ടല്ലേടി, പിന്നെ അവന്റെ ഒരു സന്തോഷത്തിന് എന്നെ കുടിപ്പിച്ചതാ. എന്താളിയാ ഇത്രയൊക്കെ ഉള്ളല്ലേ അളിയാ? എന്ത് അളിയനൊരു നല്ല കാലം വന്നപ്പോൾ അളിയൻ നമ്മളെ ഒന്നും ഓർത്തില്ല. എന്ത് നല്ല കാലം? എന്റെ നല്ല കാലമൊക്കെ 10-15 വർഷത്തിന് മുമ്പേ കഴിഞ്ഞളിയാ. കഴിഞ്ഞ നല്ല കാലം ഇന്നലെ വന്നെന്ന് ഞാൻ അറിഞ്ഞ്. ബാദുഷാ കാണാൻ എങ്ങനെ ഇരിക്കും അളിയാ? ബാദുഷാ കാണാൻ എനിക്ക് പരിചയമുണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ടല്ലോ. നീ അങ്ങനെ ഓർത്ത് കഷ്ടപ്പെടണ്ട. എന്ത് എവിടെ നിറഞ്ഞുകൊണ്ട് വരണം ഇതൊക്കെ? അതൊക്കെ ഞാൻ അറിഞ്ഞു. പക്ഷെ അളിയ നമ്മളെ ഓർത്തില്ല. തോനെ വിഷമങ്ങളായപ്പോ അളിയാ. എടാ, ഞാൻ എന്റെ കൂട്ടുകാരനെ കാണാൻ പോണേന് നിന്നെ ഓർക്കേണ്ടതിന്റെ കാര്യം എന്താണ്? കൂട്ടുകാരനെ കാണുമ്പോ ഓർക്കണ്ട, പക്ഷെ മറ്റേ കിരീടം വെച്ചുള്ള കുപ്പി കാണുമ്പോ നമ്മളെ ഓർക്കായിരുന്നല്ലോ. ഓ അങ്ങനെ? അത് ഓർത്ത്. എന്നിട്ട് നീ വാ. എടാ, അവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നായിരുന്നു അന്നേ. അന്ന് പിന്നെ ഓർത്തിട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് അങ്ങ് മറന്നുപോയി. സൂപ്പർ അളിയ. ഇതിനെ ഞാൻ പറഞ്ഞത് അതിനിപ്പോ പഴയ പോലെ സ്നേഹമൊന്നുമില്ല. പിന്നെ അവൻ ഭയങ്കര നാണക്കാരനാണ്. ഓ പരിചയമില്ലാത്തവരുടെ കൂടെ ഒന്നും കഴിക്കൂല. എല്ലാം പോട്ട്. ആളെ ഇനി പോകുമ്പോ എന്നോട് കൊണ്ടുപോകും. ഇനി പോകുമ്പോ കൊണ്ടുപോകാം. അത് മതി. പക്ഷെ ഇനി പോണില്ലടാ. ആശ ഭയങ്കര കലിപ്പ്. അവള് ഇനി പോണ്ടാന്ന് പറഞ്ഞു. അറിഞ്ഞ? പിന്നെ അറിയാതെ ഇതോ പറഞ്ഞു. ഞാൻ ഇവിടെ ശരിയാക്കും. എടാ, നീ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. അങ്ങേര് ഓസിന് അടിയോടടിയാ. ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, നമുക്ക് അറിഞ്ഞുകൂടി. ചേച്ചി വിഷമിക്കണ്ട. ചേച്ചി ഒരു കാര്യം ചെയ്യും, അളിയൻ്റെ ഫോണിൽ നിന്ന് ആ ഭാഷ എല്ലാം പറഞ്ഞിടും. ഞാൻ ഒന്ന് ഉപദേശിക്കാം. അത്രയ്ക്കൊക്കെ വേണോ? പിന്നെ വേണം. അങ്ങനെ അളിയനെ അങ്ങനെ നമുക്ക് വിടാൻ പറ്റുമോ? ഞാനാകുമ്പം എൻ്റെ തഞ്ചത്തിൽ അവനെ പറഞ്ഞൊന്ന് ഉപദേശിച്ച് എല്ലാം ശരിയാക്കും. ചേച്ചി ധൈര്യമായിട്ടിരി. എന്നാലും പുള്ളി അറിയാതെ പുള്ളിയുടെ ഫോൺ എടുക്കുന്നിട്ട് മോശമല്ലേ? ഒരു കുഴപ്പമില്ല. ആലോ പറയണത്. ചേച്ചി നമ്പർ എടുത്തോ? കുഴപ്പമില്ലല്ലോ. ഞാൻ നോക്കട്ടെ. പിന്നെ അല്ലാതെ നോക്ക്. അല്ല, ഇനി നമ്പർ എടുത്തത് പുള്ളി അറിഞ്ഞിട്ട് എടുത്തില്ലേ? ചേച്ചി ഇപ്പൊ എടുത്തോണ്ടാ? ഫോൺ എവിടെ ഇരിക്കുന്നത് എനിക്കറിയത്തില്ല. അളി വേണോ പെട്ടെന്ന് എടു, ഇല്ലെങ്കിൽ പിന്നെ പ്രശ്നങ്ങളാവും. പാസ്വേഡ് ഭാര്യക്കറിഞ്ഞത് ഭർത്താവിന്റെ ഫോണിലെ പാസ്വേഡാ? ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്യാറില്ലെന്ന് എനിക്കറിയത്തില്ല. നോക്കണം. നമ്പർ എടുത്തോണ്ട് വാ, ബാക്കി ഞാൻ ഡീൽ ചെയ്യാം. നമ്പർ കിട്ടിയിട്ട് വേണം നൈസിനെ സെറ്റിലായി. ബാദുഷ ഓർക്കുമ്പോ തന്നെ മനുഷ്യന് തൊലി ഉരിഞ്ഞു പോന്നു. കാണാനില്ലേ നിങ്ങൾക്ക് കണ്ടവരുടെ കയ്യിൽ നിന്ന് വലിച്ചു വാരി കുടിക്കാൻ? വൃത്തിയോടെ പറയല്ലേ കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞതാ കുറ്റം. പുള്ളിക്കാരൻ നല്ല നിറഞ്ഞ മനസ്സോടാണ് ഈ തന്നത്. പിന്നെ നിറഞ്ഞ മനസ്സോടെ ഈ നിറകൂടെ നിറയാനും വേണ്ടിയാണല്ലോ തന്നെ. ചേട്ടൻ വരുന്നുണ്ട്, ബാക്കി വാങ്ങിച്ചു. ഉളുപ്പുണ്ടോ അളിയാ? എന്താ കേട്ടില്ല. ഉളുപ്പുണ്ടോന്ന്? ഇതിന് അതിന് ഉളുപ്പുണ്ടാവാൻ വേണ്ടി ഞാൻ ചെയ്തില്ലല്ലോ അളിയ. ഞാൻ ബാദുഷാനെ വിളിച്ചിരുന്നു. അവൻ പറഞ്ഞു ഇന്നിനി വയ്യടാ ഉത്തമാന്ന്. അപ്പൊ അളിയ ഇനി അവിടെ പോവില്ലെന്ന് പറഞ്ഞിട്ട് കിടന്ന് ഉരുളല്ലേ? നാണം കെട്ട പരിപാടിയും കാണിച്ചിട്ട് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന അളിയ ഇമോഷണൽ ഉണ്ടാവാൻ കാര്യമുണ്ട് അളിയ? കാര്യമുണ്ട്. ബാദുഷ എൻ്റെ കൂട്ടുകാരനാണ്. 5ാം ക്ലാസ് മുതൽ അവൻ്റെ തോളിൽ കൂടെ കയറ്റി നടത്താൻ ഞാനാണ്. അവൻ്റെ സങ്കടങ്ങൾ പറയാനും ചേഴ്സ് മുട്ടിക്കാനൊക്കെ എനിക്കറിയാം.
വെറുതെ ഞങ്ങളുടെ ഇടയിൽ കയറി അലമ്പുണ്ടാക്കല്ലേ. അയ്യാ ഞാൻ കരുതിക്കുട്ടി പോയല്ലേ കഴുതക്കുട്ടി അളിയ ഈ തേങ്ങ പിണ്ണാക്കിന്ന് സിമന്റ് ഉണ്ടാക്കണ ടെക്നോളജി പറഞ്ഞു കൊടുക്കാൻ പോയാണ് ഞാൻ. പിന്നെ ഒന്ന് രണ്ടും പറഞ്ഞ് നമ്മളങ്ങ് മുട്ടി. ഇനി മേലെ അവനെ കാണാൻ പോരുത് കേട്ടാ. തേങ്ങാ പിണ്ണാക്ക് ടെക്നോളജി കേട്ടാ. അളിയാ എനിക്ക് സന്തോഷായി. പിന്നെ ആ കുപ്പി എന്തേ? ഏത് കുപ്പി? പെട്രോള് വാങ്ങാൻ കൊണ്ടുപോയ കുപ്പി. അത് ഞാൻ കളഞ്ഞു. എന്തേ? പാഴ്സല് കിട്ടിയില്ലേ? ചോദിച്ച് പക്ഷെ തന്നില്ല. നിറഞ്ഞ മനസ്സപ്പ ഇല്ലായിരിക്കും. നീ പോണാ? ആ ഞാൻ പോവാ. അത് കൊടുക്കണ്ട. നീയൊക്കെ എത്ര നാളിങ്ങനെ കയറിയിട്ടിരിക്കും? വന്നു വല്ലതും നക്കിക്കൊണ്ട് പോയിരടാ. ഓ അത് വേണ്ട അച്ഛമ്മ. ലോകത്ത് എത്ര ആൾക്കാർ അളിയന്മാരില്ലാതെ ജീവിക്കണം. ഞാനും അങ്ങനെ ജീവിച്ചോളാം. അയ്യേടി ഇങ്ങനെ ഒരു കൊതിക്കറ പിടിച്ച അളിയ എനിക്കും വേണ്ട. ഡേയ് നീ എന്തോന്ന് വിളിച്ചേ? കൊതിക്കറൊന്നും എന്റെ ബാദുഷാനെ നൈസായിട്ട് സെറ്റിട്ട് എടുത്തോണ്ട് പോയതും പോരാ. സെറ്റ് കിട്ടോ? പിന്നെ നീ എടുത്തോണ്ട് പോയില്ലേ? ഡേയ് നീ ഒന്നുകൂടെ വിളിച്ചാണ്. നിങ്ങളെ പോവാ കൊതിക്കറ ഉത്തമ. എന്താടാ നിങ്ങൾ ദേഹത്തോടുന്നത്? നീ 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 ഒന്നുകൂടെ നീ ഇങ്ങ് വാ. നിനക്ക് അടിക്കണം. കൊതിക്കറവ് തന്നെ. ആ അടി കൊതിക്കറ കഴിഞ്ഞിട്ട് പോയാ മതി. അമ്മ ഇവനെ പറഞ്ഞു. വേണ്ട വേണ്ട. അയ്യോ ഒരു പിടിച്ച് മാറ്റിയോണ്ട് കൊള്ളാം. ഇതൊരു പൂട്ടുണ്ട്. ശ്വാസം വിടാൻ പറ്റില്ല കേട്ടോ. ഓ നിങ്ങൾ പൂട്ടാൻ വരുമ്പോ ഞാൻ കഴുത്തിന് നീട്ടി വെച്ചുതരാം. കൊതിക്കറ ഉത്തമ. ഇങ്ങനെ മീൻ വറുത്ത എടുത്തോടെ. പിന്നെ ഒരു ബാദുഷി എരെല്ലാം കാണട്ടെ കേട്ടോ. ഓ കാണിച്ചു തരാം തന്നെ. നാണമൊക്കെ നമുക്കറിയാം. ഞാൻ അന്നേരേ പറഞ്ഞ മാറ്റാൻ പോലെ കുറെ നാളായി ഈ വീട്ടില്. മൂത്ത് വന്നേരം നാണല്ലേ നിനക്ക് പറയാൻ? അഴിച്ചുപോടാ. ഇന്ന് പോളയാ ഇമ്മ ആണെന്ന് പിന്നെ അവന്റെ വായിൽ 2 മീൻ വറുത്തം എടുത്ത് വെച്ചോട്. കേട്ടിട്ട് ക്ഷീണം കാണും. മക്കളെ എന്തെന്നാ ഇത്? ഈ ചെറുക്കനെ എനിക്ക് പണ്ടായിട്ടല്ലേ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു. അറിയാ പോ നിങ്ങളമ്മ ആയിക്കോ. ചേട്ടനല്ല ഞാൻ. ഞാൻ ഒന്നാമത് പിരിവട്ടി ഇരിക്കാണ് നിന്റെ നോക്കിയോ തന്നെ. ഒന്ന് നിർത്തോ. അറിയാ ചെല്ലളിയാ പോ. ഇവിടെ മാറിയില്ല അങ്ങോട്ട്. ഓ ഇവിടെ എന്റെ ഇടയിലാ പറഞ്ഞത്. ഇവിടെ ബാദുഷിയൊന്നും ഇല്ല. ആയതുള്ള മാത്ര കണ്ടിരിക്കുന്നു. പേടിച്ചിട്ടാ മിണ്ടത്തെ. നിനക്ക് വീക്ക് കിട്ടുമ്പോ പഠിക്കും. ഭയങ്കരേ ചേട്ടന്റെ നല്ല കീറായി ചേട്ടൻ. അവിടെ ആയി കുറച്ച് വെള്ളം എടുത്തുണ്ടോ? തന്നെ വേണേ എടുത്ത് കുടിച്ചോ. വെള്ളമല്ലേ അനിയത്തിയല്ലേ? ഇപ്പോഴത്തേക്ക് അങ്ങ് ക്ഷമിക്കണ്ട. ക്ഷമിക്കണേ. എനിക്കങ്ങനെ ക്ഷമിക്കാനൊന്നും പറ്റാനൊന്നുമില്ല. അമ്മച്ചി ചോറിയിടുമ്പോ അയ്യോ എന്താളിയാ? ബാദുഷ ഒരു ഫോട്ടോ വെച്ചേക്കണ്. എന്തൊക്കെ ഉപദേശങ്ങളായിരുന്നു. കള്ള അച്ഛൻ. എന്താണ് ഇവിടെ പരിപാടികൾ? ഫുഡ് കഴിക്കണടേ. എന്തൊരു കണ്ടിട്ട് മനസ്സിലായില്ലേ? ഡേന്നോ അളിയാ പിള്ളേരെ വളർത്തിച്ചിരിക്കുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ അവരെക്കാട്ടി എത്ര വയസ്സ് മൂത്തതാ ഞാൻ. മനസ്സോട് നിങ്ങളെല്ലാം ഒരേ പ്രായമല്ലടാ. ഈ പിള്ളേരെ നമ്മളാരും ഇങ്ങനെ വിളിക്കുന്നില്ലല്ലോ. അല്ല മക്കളെ? പിന്നെ ഓ അങ്ങനെ. ഇത് എങ്ങോട്ടാ പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എങ്ങോട്ട്? ഞാൻ ഒരു പണിക്കും പോകാതെ രാവിലെ ഇവിടെ നിന്ന് കള്ളച്ചോറ് തിന്നോണ്ടിരിക്കുന്നോണ്ടാ എന്റെ അടുത്ത് ഒരു റെസ്പെക്ട് ഇല്ലാതെ പോകുന്നത്. ഹോ ഇത്ര മനോഹരമായിട്ട് സ്വന്തം വ്യക്തിത്വത്തിനെ വർണ്ണിക്കാനേ നിനക്കേ പറ്റുള്ളൂ അളിയാ. നീ ഇടയ്ക്കൊക്കെ ഒരു കവിത എഴുതാ. അങ്ങനെ പറയല്ല, അവന് വിഷമമാവും. അളിയാ അളിയൻ്റെ അടുത്ത് ഞാൻ ഇപ്പൊ ഒന്നും സംസാരിക്കുന്നില്ല. എടി പല്ലവി, ചിറ്റപ്പ ജോലിക്ക് പോകാത്തോണ്ടോ നിനക്കൊക്കെ എന്റെ അടുത്ത് റെസ്പെക്ട് ഇല്ലാത്ത? അതിന് ചിറ്റപ്പനോട് ആർക്കും അവിടെ റെസ്പെക്ട് ഇല്ലാത്ത?
ഞങ്ങൾക്കൊക്കെ മുടിന്റെ റെസ്പെക്ട് അല്ലേ? ആ ഇത്രയും റെസ്പെക്റ്റാ. പിന്നല്ലാതെ ആർക്കായാലും തോന്നി പോകൂലേ? ബാക്കിയുള്ളവരെ വായി തോന്നി പറഞ്ഞിട്ടേ കുനിഞ്ഞിരുന്ന് മാന്തി തിന്നുന്നുണ്ടോ? മണ്ണ് മാന്തി വയറ എന്തോന്ന് അളിയന് മാത്രം എല്ലാം പറ്റുന്നുണ്ടോ? അളിയ മാസം 20,000 രൂപ സമ്പാദിച്ച് 40,000 കളിയെ തിന്നും. ഞാൻ മാസം 5,000 രൂപ സമ്പാദിച്ചിട്ട് 2,000 രൂപ തിന്നത്തുള്ളൂ. നിങ്ങൾ തന്നെ പറ ഇതിനകത്ത് മനുഷ്യപ്പെട്ടുള്ള ആർക്കാന്ന് കണക്കൂട്ടി നോക്ക്. അളിയൊന്നും ഇന്ന് കണക്കൂട്ടി നോക്കണ അല്ല, അവൻ പറഞ്ഞ കണക്ക് ശരിയാണോ നോക്കിയാണ്. ഓഹോ കറക്റ്റാണ്ടാ. ഇത് കഴിഞ്ഞോട്ട് ഞാൻ എന്നിട്ട് അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ശരിയാകുമോ? ഒന്ന് അടക്കട പോനെ. ഇതിനേക്കാളും വലിയ TV കുഞ്ഞുണ്ട് ശരിയാക്കിയിട്ടുണ്ട്. ഇപ്പൊ നോക്കിക്കോ. അയ്യോ കേടാക്കിയ അച്ഛ, പണ്ടത്തെ ടിവിയിലിട്ട് തട്ടണ പോലെ ഇതിലിട്ട് തട്ടിക്കൂടാ. അതിന്റെ അകത്ത് ചെറിയ ചെറിയ കിടുതാപ്പ് അതൊക്കെ പൊട്ടിപ്പോകും. ഞാൻ ഇങ്ങനെ തട്ടിയതുള്ളൂ. കറണ്ട് പോയതാ. കറണ്ട് പോയാ? ആ ആര് പറഞ്ഞു? കറണ്ട് പോയതല്ലേ? അറിഞ്ഞൂടാ. എന്നെ കൊണ്ടൊന്നും അമ്മ പോയി പറ. എന്നാലും ഈ സമയത്ത് ഒരു കറണ്ട് പോക്ക്. ഇത് ഞാൻ കെട്ടിയ കമ്പിയാ, ഞാൻ തന്നെ കടിച്ചു കുടിച്ച്. നിങ്ങൾക്ക് വേണമെങ്കിലേ വേറെ അടിച്ച് കെട്ടിക്കും. ഇതെന്തോന്ന്? ഇതല്ല, അവനിതെന്തോ പറ്റിയതാ. അവനെന്തിനാ ഫീസ് ഊരിയത്? അച്ഛാ പവർ കട്ടാണോ? പവർ കട്ടാണോ? പവർ കട്ടല്ല, അവന്റെ ഫീസ് ഊരി. ആര്? സുമേഷ്. ആ അപ്പൊ അവൻ പണി തുടങ്ങിയല്ലേ ശരിക്കും? പണിയോ? ആ അവനെ ഈ വീട്ടിൽ ആർക്കും വിലയില്ലെന്നും പിന്നെ അവന്റെ ബ്രില്യൻസ് ഇനി ഈ വീടിന് വേണ്ടി ഉപയോഗിക്കില്ലെന്നും പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ടായിരുന്നു. ഇവനെന്ത് പറ്റി? ഇന്ന് രാവിലെ ഞാനും അളിയനും കൂടെ ഒന്ന് കളിയാക്കിയായിരുന്നു. അതിന്റെ ചുരുക്കായിരിക്കും ചിലപ്പോ. അതിന്റെ ചൊരുക്കല്ല, അത് തന്നെ. നിങ്ങൾ കളിയാക്കിയത് കൊണ്ട് പിള്ളേർക്കൊന്നും ഒരു റെസ്പെക്ട് ഇല്ലെന്നാണ് കംപ്ലൈന്റ്. എന്റെ പിള്ളേരെ നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ? ഇപ്പൊ കറണ്ട് പോയില്ലേ? ഇനിയിപ്പോ ഇത് ആര് കെട്ടും? അച്ഛൻ കിട്ടും. അത് ശരിയാവില്ല. അതെന്താ? ഞാൻ പണ്ട് വിമാനം ഓടിച്ചപ്പോ ഷോക്ക് അടിച്ചതാ. വിമാനത്തിൽ ഷോക്കൊന്നും അടിക്കില്ല അച്ഛങ്ങട്. കറണ്ടിന്റെ പേടിയാണെന്ന് പറഞ്ഞാൽ മതിയല്ല. വിമാനം ഓടിക്കുമ്പോ ഷോക്ക് അടിച്ചതാ എന്ന് പറഞ്ഞാ എന്തൊരു ചൂടാവെങ്കി ഞാൻ ആ വരാന്തയിലിട്ടിരിക്കാം കേട്ടോ. എടി പൈങ്കിളി, ഞാൻ പറഞ്ഞത് എന്താ ചേരെ, ഈ അച്ഛൻ വിമാനം കണ്ണനെ കണ്ടിട്ട് കുറേ നേരം അല്ല, ഇപ്പൊ വരാം അച്ഛാ, ഇപ്പൊ വരാവേ, ഇപ്പൊ വരാം. എടാ ചെറുക്കാ, നിനക്ക് രാത്രി ആവുമ്പോ പേടിയാവും കേട്ടോ. അതൊക്കെ പണ്ട്. ആ എന്നാ ശരി. നീ കെട്ടിപ്പിടിച്ചുറങ്ങുന്ന പാവ എവിടെ? അതും കൂടെ കൊണ്ടുപോയിക്കോ. അതിവിടെ എവിടെ ഉണ്ടടാ? ആര് കെട്ടിപ്പിടിച്ചുറങ്ങുന്ന പാവാ? ഓ ചേട്ടത്തിക്ക് അറിയാത്ത പോലെ. ചേട്ടത്തിക്ക് അറിയത്തില്ലേ? ഇവിടെ ഉണ്ട്, ഞാൻ എടുത്ത് കൊടുക്കാം. അത് കൂടെ പാക്ക് ചെയ്യട്ടെ. ഇവിടെ ഇരിക്കുന്നു. എടാ പിടിക്കടാ. എടാ സാരല്ലടാ, ശംഭു 3 വയസ്സ് വരെ പാവെ കെട്ടിപ്പിടിച്ചല്ലേ ഉറങ്ങിയ, കുഴപ്പമില്ല. ചേച്ചി, ഞാൻ പിണങ്ങി പോകുന്ന ദിവസങ്ങളിൽ എന്റെ താറ്റായിരുന്നു ഇവിടെ. കളിയാക്കിയല്ലടാ, കാര്യമായിട്ട് പറഞ്ഞാ. എന്നാ കൊണ്ടുപോടാ. ആ ബാഗിനകത്തോട്ട് കയറ്റിക്കോ. ആ ഡ്രസ്സൊക്കെ എടുത്ത് കളാ. നീല നിക്കറെന്തേ? നീല നിക്കറില്ലേലും കുഴപ്പമില്ല, നീ ഇത് കൊണ്ടോ. ആ രണ്ട് കൽപ്പിച്ചാണ്. ഞാൻ പറഞ്ഞിട്ടൊന്നും അവൻ കേൾക്കുന്നില്ല ഏട്ടാ. എന്നാ പിന്നെ അവൻ പോട്ട്. അവന് സന്തോഷമുള്ളടുത്ത് വേണ്ട അവൻ പോവാൻ. ആ പാവയൊക്കെ എടുത്തല്ല. ഞാൻ പാവയെന്ന് കൊണ്ടൊന്നും പോകുന്നൊന്നുമില്ല. എടാ പാവ എടുത്തോ, അല്ലെ രാത്രി കിടക്കയിൽ മുള്ളും. വല്ല ചിപ്സോ മിച്ചറോ ഒക്കെ വേണമെങ്കിൽ പറയണേ, ഞാൻ മേടിച്ചോണ്ട് വരാം. ചേട്ടാ, എന്നെ മാനസികമായിട്ട് തളർത്തിയാലേ നിങ്ങൾ ഇൻസൾട്ട് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. എന്നെ ഞാൻ എന്തിനു ഇൻസൾട്ട് ചെയ്യണം? ഇവിടെ നാട്ടുകാർ പറയണ കേട്ടോണ്ട് ഒളിച്ചോടാനൊക്കെ നിന്ന് അതിനെ സമയം കാണുള്ളൂ. എന്നെ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്നിട്ട് ഒളിച്ചോടിയോ? നാട്ടുകാരങ്ങനെ പലതും പറയും, പക്ഷെ വീട്ടുകാർ പറഞ്ഞാലേ നീറും. ഞാൻ പോവാ മോളെ, എന്നെ ഇവിടെ ആർക്കും വേണ്ട. നീ പാവ എനിക്ക് എന്നെ നോക്കണെന്തിന്? ഒരു മനുഷ്യ ജീവിക്കുമല്ലേ ഇങ്ങനെ ഒരു അവസ്ഥ വരുത്തരുത് കേട്ടോ. അതെ, ഞാൻ എല്ലാരെയും പറ്റിക്കാൻ വേണ്ടിയാ പോന്ന് പറഞ്ഞത്. ഇപ്പൊ എല്ലാവരും തനി കോണം എനിക്കൊന്ന് മനസ്സിലായി. ഇനി ഞാൻ ശരിക്കും ഇവിടുന്ന് പോകാൻ പോവാ. മാറണ്ട, ഇപ്പൊ ഞാൻ പോകുന്നില്ല. 5:30 ബസ്. ആ അപ്പൊ എന്നെ വിളിച്ചാൽ മതിയേ, ഞാൻ കൊണ്ടാക്കി തരാം കേട്ടോ. ഞാൻ കെട്ടിപ്പിടിച്ചെന്ന് ഉറങ്ങട്ടെ. എനിക്ക് പോട്ടെ മോനെ. എടാ വിട്ടേരടാ. അച്ഛൻ മോന് വേറെ പാവ കാണിച്ചു തരും. അത് കെട്ടിപ്പിടിച്ചിരുന്നില്ല ചിറ്റപ്പം മുള്ളും കിടക്കേ. പോട്ടെ സാരേ, 5:30 പോണേ. ഇനിയിപ്പോ ചിറ്റപ്പനാണോ പോവോ? എവിടെ പോകാനിടാ? അവന് നമ്മൾ ഇന്നലെ കാണാൻ തുടങ്ങിയല്ലോ. അതുകൊണ്ടല്ല അച്ഛാ, രാവിലെ ഞാനാണ് ചിറ്റപ്പൻ ആദ്യമേ കളിയാക്കിയത്. നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട, അവ എവിടെയും പോകൂല. അച്ഛാ
ചിറ്റപ്പനെ ഇവിടെ കാണാനില്ല, പോയെന്ന് വന്നേ. ചുമ്മാ അല്ലച്ചാ, അവിടെ ഒന്നും കാണുന്നില്ല. ചേട്ടാ ചേട്ടോ ആ ദേ സുമേഷിന്റെ റൂമിൽ നിന്ന് ഒരു കത്ത് കിട്ടി. കത്താ ആ ഉത്തമ, നീ ഒന്ന് ഉറക്കെ വായിച്ചേ. തുറക്കട്ടെ ആദ്യം. ഹായ് ആൾ, എൻ്റെ പേര് സുമേഷ്. തുരുമ്പെന്നും വിളിക്കും. ഞാൻ ഒളിച്ചോടിപ്പോയ വിവരം നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. കേവലം ഒരു മണ്ണുമാന്തി എന്ന് വിളിച്ചതിൻ്റെ പേരിൽ എൻ്റെ അളിയൻ ഇന്ന് എന്നെ കരിവാരിത്തേക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഞാൻ ഒളിച്ചോടി പോകുമെന്ന് നിങ്ങൾ ഭീഷണിപ്പെടുത്തിയാൽ നിങ്ങൾ എന്നോട് മാപ്പ് പറഞ്ഞ് എന്നെ ചേർത്ത് നിർത്തുമെന്ന് ഞാൻ കരുതി. പക്ഷെ എൻ്റെ ചേട്ടൻ ഉത്തമൻ എനിക്ക് മിച്ചറും പക്കാവടയും വാങ്ങിത്തരാമെന്ന് പറയുകയാണ് ഉണ്ടായത്. ഇനി നിൽക്കുന്നതിൽ എന്തർത്ഥം? അതുകൊണ്ട് ഞാൻ പോകുന്നു. നിങ്ങൾക്കെല്ലാ ഭാവുകങ്ങളും നേരുന്നു. സുമേഷ്, ഭാവുകങ്ങളെന്ന് ചേട്ടൻ ഇവിടെ അക്ഷരത്തേറ്റം കണ്ടുപിടിച്ചോണ്ടിരുന്നു. ആ ചെറുക്കൻ പോയെന്ന്. അവ ഈ പഞ്ചായത്ത് വിട്ടെങ്കും പോകില്ലല്ലോ. എന്റെ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ, മോളെ ഇച്ചിരി വെള്ളം എടുത്തിട്ട് ഓടി. ഇപ്പോൾ ഉള്ളതെല്ലാം കൂടെ എൻ്റെ മണ്ടയ്ക്കായ. അവ ഒളിച്ചോടി പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് മിച്ചർ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അവ ഇവിടെ ആ മണ്ണ് വാങ്ങി അവനെ വിളിച്ച് ചോര്. അവനല്ലേ എത്ര ഉണ്ടാക്കിയത്? എടാ, അവൻ ചന്തയിൽ പോയിരിക്കുക. ആ ചന്തയിൽ പോയിക്കണെങ്കിൽ വന്നിട്ട് വിളിച്ച് ചോദിക്കും എവിടെ പോയെന്ന്. അവനെ സുമേഷ് എൻ്റെ അനിയനാണ്. അവൻ എന്നെ നന്നായിട്ട് അറിയാം. എനിക്ക് അവനെ. ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? പക്ഷെ അവൻ പറയുന്നത് എന്താണെന്നറിയോ? ഈ വീട്ടിൽ ആർക്കും അവനോട് സ്നേഹമില്ലെന്നോ. എടി, നീ നിന്റെ ഭർത്താവിനെ അങ്ങനെ വലുതായിട്ടൊന്നും സ്നേഹിക്കുന്നു. ആ പിന്നെ അങ്ങനെ തന്നെ. കണ്ടോ ദൈവം കോപിച്ചത് കണ്ടോ? നിഷ്കളങ്കരുടെ മനസ്സ് വേദനിപ്പിച്ച ദൈവം കോപിക്കും. എന്താണ് ഒരു കരിഞ്ഞ മണം? ടി വി കത്തിപ്പോയെന്നാണ് തോന്നുന്നേ. അയ്യോ, എന്റെ ടി.വി. ഓ, ഫ്രിഡ്ജും പോയാ? എടി, കണ്ടോടി നിന്റെ ഭർത്താവിന്റെ ഫ്യൂസേട്ടന്റെ ഗുണം കണ്ട? ഞാൻ എന്ത് ചെയ്തിട്ടാ? എന്റെ ടി.വി. ഇനി എല്ലാരും കൂടെ മാറി മാറി റിമോട്ട് ഇട്ട് ഓൺ ചെയ്ത് കണ്ടോണ്ടിരി. അപ്പച്ചി, ചേച്ചി, ആ ആ അപ്പച്ചി, പറഞ്ഞ സാധനങ്ങൾ മൊത്തം ഉണ്ട്. പിന്നെ ഒരു സർപ്രൈസ് കൂടെ ഉണ്ട്. അതെന്താടാ? കുറച്ച് സ്രാ പറിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ചൂട് വിലക്ക് കിട്ടിയോണ്ട് 4 കിലോ അങ്ങ് വാങ്ങിച്ചു. ദാ മാമ കൊണ്ട് ഫ്രിഡ്ജ് വെച്ചോ. ഇതെന്ത് എല്ലാരും ഇങ്ങനെ ആർക്കും സന്തോഷമില്ലല്ലോ. ഡേയ്, നീ എന്തോന്നിട്ട് ഫ്യൂസ് ഉണ്ടാക്കിയത് ഉരുക്കിട്ടാ? അല്ല, അതെനിക്ക് മെറ്റീരിയൽ അറിഞ്ഞൂടാ. ആ തെങ്ങിനെ കൂട്ടി കിടന്ന ഒരു വയറിട്ട് എന്ത് നന്നായി. നിങ്ങൾ കാര്യം പറ. ദൈവം തമ്പുരാൻ വിചാരിച്ചിട്ട് അത് പൊട്ടിയില്ല. എന്റെ ടി.വി ഫ്രിഡ്ജും പോയി. അയ്യോ, എനിക്ക് അപ്പോഴേ തോന്നി ചേട്ടാ. അത്ര ശരി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ ശിവ. അതെ, മറ്റേ കാര്യം പറയണ്ടേ? സുമേഷിന്റെ മറ്റേ കാര്യം നീ ചോദിച്ചു. സുമേഷ് നാട് വിട്ടു പോയന. ചെറുക്കൻ നാടോട്ട് പോയാ? അയ്യോ, ഞാൻ ചുമ്മാ അവനെ എരിയേറ്റാൻ പറഞ്ഞാണ്. അവനെ അന്വേഷിക്കണ്ടേ അളിയ? പോലീസ് അറിയണ്ട മാമ. എന്താ അളിയ? ഞങ്ങളെല്ലാരും കൂടെ ഫുട്ബോൾ കളി കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഓ ഓ, ചെറുക്കൻ പോയാലും ഞാൻ ഈ ചോദിക്കണം. ചെറുക്കൻ പോയത് തന്നെ. ചിറ്റപ്പൻ നീ അപ്പൊ നാട് വിട്ടു പോയില്ലേ? ഇതെന്താ കരിഞ്ചിരിക്കുന്നത്? ഞാൻ ലെറ്റർ എഴുതി വെച്ചു. നിങ്ങളുടെ റിയാക്ഷൻ കാണാൻ വേണ്ടി മച്ചിൻ്റെ മണ്ടേ കയറിയതാ. മിന്നൽ വീണ്. നേരെ നിന്റെ മേത്തേക്കോ? എവിടാ വീണെന്ന് എനിക്കറിയത്തില്ല. എല്ലാം പുകഞ്ഞു പോയി. അനിയ, ഈ അവസ്ഥയിൽ ചോദിക്കാമോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ ഫ്യൂസ് ഒന്ന് മാറ്റി കെട്ടി തരുമോ? അളിയ ഇറങ്ങി വാടാ, നമുക്ക് സ്രാവറച്ച് വെച്ചില്ല.